രാജാതിരാജന് സ്തോത്രമർപ്പിക്കുന്നേ. ദേവദേവ ദേവാദിദേവനു നന്ദി അർപ്പിക്കുന്നേ. സ്തുതി സ്തോത്രങ്ങൾക്കെന്നും യോഗ്യൻ നീ മാത്രം. സ്തുതി സ്തോത്രങ്ങൾക്കെന്നും യോഗ്യൻ നീ മാത്രം. നീ മാത്രമേ നീ മാത്രമേ നീ മാത്രം യോഗ്യനായി. നീ മാത്രമേ നീ മാത്രമേ നീ മാത്രം യോഗ്യനായി. രാജരാജ രാജാതിരാജന് സ്തോത്രമർപ്പിക്കുന്നേ. ദേവദേവ ദേവാദിദേവന് നന്ദി അർപ്പിക്കുന്നേ. ചെങ്കടലെ രണ്ടാക്കിയോ യർഹോമതിൽ തകർത്തവൻ. അസാധ്യത്തെ സാധ്യമാക്കുന്നു. ഇന്ന് പൊതുവഴി തുറന്നിടുമേ. ചെങ്കടലെ രണ്ടാക്കിയോ യർഹോമതിൽ തകർത്തവൻ. അസാധ്യത്തെ സാധ്യമാക്കുന്നു. ഇന്ന് പുതുവഴി തുറന്നിടുമേ. ഇന്ന് പുതുവഴി തുറന്നിടുമേ. രാജരാജ രാജാതിരാജന് സ്തോത്രമർപ്പിക്കുന്നേ. ദേവദേവ ദേവാദിദേവന് നന്ദി അർപ്പിക്കുന്നേ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം ലെറ്റ്സ് ബി പെർഫെക്റ്റ്. നാം സൽഗുണ സമ്പൂർണരാകുക. നാം സൽഗുണ സമ്പൂർണരാകുക. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 48-ാം വാക്യം. മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 5 verse 48. You be therefore perfect as your Father who is in heaven is perfect. ആകയാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരാകുവിൻ. ആമേൻ. ഞങ്ങളെ പാറയും വീണ്ടെടുപ്പാനുമായി കർത്താവേ, നിന്റെ മക്കളായ ഞങ്ങളുടെ അധരത്തിലെ ഓരോ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും തിരുസന്നിധിയിൽ പ്രസാദകരമായിരിക്കുവാൻ പരിശുദ്ധാത്മാവ് ദൈവമേ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണം. അവിടെ ഞങ്ങളെ പഠിപ്പിക്കണമേ. അവിടുന്ന് അങ്ങനെ തന്നെ ചെയ്യുന്നതിനായി നന്ദി. അനുഗ്രഹിച്ചനായി സ്തോത്രപ്പ യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നാം സൽഗുണ സമ്പൂർണരാകുക. നമ്മുടെ സ്വർഗീയ പിതാവായ ദൈവം നന്മകളുടെ ഉറവിടമാണ്. നന്മകളുടെ ഉറവിടമാണ്. അവിടുന്ന് പുറപ്പാട് പുസ്തകം 34-7 വാക്യത്തിൽ നമ്മളോട് സംസാരിക്കുന്നത് ശ്രദ്ധ വെച്ച് കേൾക്കാം. കർത്താവ് അവന്റെ മുൻപാകെ കടന്ന് ഘോഷിച്ചത് എന്തെന്നാൽ, യഹോവയായ ദൈവം കരുണയും കൃപയും ഉള്ളവൻ, ദീർഘക്ഷമയും മഹാദയയും വിശ്വസ്തതയും ഉള്ളവൻ. And the Lord passed by before him and proclaimed, the Lord God, merciful and gracious, long-suffering and abundant in goodness and truth. 7-ാമത്തെ വാക്യം, ആയിരത്തിന് ദയപാലിക്കുന്നവൻ, അകൃത്യം അതിക്രമവും പാവവും ക്ഷമിക്കുന്നവൻ, കുറ്റമുള്ളവനെ വെറുതെ വിടാതെ പിതാക്കന്മാരുടെ അകൃത്യം മക്കളുടെ മേലും മക്കളുടെ മക്കളുടെ മേലും 3-ാമത്തെയും 4-ാമത്തെയും തലമുറ വരെ സന്ദർശിക്കുന്നവൻ. Keeping mercy for thousands, forgiving iniquity and transgression and sin, and that will by no means clear the guilty, visiting the iniquity of the fathers upon the children and upon the children's children and to the third and to the fourth generation. Hallelujah. സ്വർഗസ്ഥനായ പിതാവിന്റെ ആ സദ്ഗുണങ്ങളെ ഒന്ന് വിലയിരുത്തി ഹൃദയത്തിൽ ഒന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും. നാം യേശുവിനുള്ളവരാകയാൽ യേശുവിന്റെ ഗുണങ്ങളും
നമ്മിൽ ഉണ്ടാകണം. അതാണ് നമ്മെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശം. നമ്മുടെ ജീവിതം മൂലം മറ്റുള്ളവരും ദൈവത്തെ കാണുവാൻ ഇടയാകണം. യേശുവിന്റെ ഇഷ്ടം ലോകത്തിൽ നിറവേറ്റുന്നതിന് വേണ്ടി അവിടുത്തെ കയ്യിൽ ഒരു ആയുധമായി തീരത്തക്കവണ്ണം നമ്മെ അവിടുത്തേക്ക് പൂർണ്ണമായി കീഴ്പ്പെടുത്തി അവിടുത്തെ ഉത്തമ സാക്ഷിയായി തീരുക എന്നതാണ് ഒരു ദൈവ പൈതലിന്റെ കടമ. നാം ക്രിസ്തുവിന്റെ അംശികളായെങ്കിൽ മാത്രമേ സ്വർഗീയ പൗരത്വത്തിന് നാം അർഹരാകൂ എന്നത് ഒരിക്കലും മറന്നുപോകരുത്. എപ്പോഴും ഹൃദയത്തിൽ കുറിച്ചിടേണ്ട ഒരു കാര്യമാണ് അത്. നമുക്ക് നമ്മെ അവിടുത്തെ സന്നിധിയിൽ പൂർണ്ണമായി അർപ്പിക്കാം. അവിടുത്തേക്കായി ജീവിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യാം. സ്വർഗീയ പിതാവായ ദൈവം നമ്മെ അനുഗ്രഹിക്കും നിശ്ചയം. ഈ ചിന്തകളാൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നന്ദിയോടെ സ്തുതിക്കുന്നപ്പാ. പ്രിയനായ കർത്താവേ, അങ്ങ് സൽഗുണപൂർണനായ സ്വർഗീയ പിതാവാകയാൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അങ്ങയുടെ അംശികളായി ജീവിക്കുവാനുള്ള കൃപ അടിയങ്ങൾക്ക് നൽകണമേ. ഇന്ന് വചനം കേട്ട ഓരോ മക്കളെയും അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കയാൽ സ്തോത്രം. കുടുംബമായി ഹല്ലേലൂയ സ്വർഗസ്ഥനായ പിതാവിന്റെ യഥാർത്ഥ മക്കളായി സൽഗുണപൂർണരായി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കുന്നതിനായി നന്ദി. അടിയങ്ങൾ ഓരോരുത്തരും ചേർന്ന് നിൽക്കുന്ന ഓരോ കൂട്ടായ്മയെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. മറ്റുള്ളവരുടെ സ്തോത്രം പ്രീതി സമ്പാദിക്കാതെ, മറ്റുള്ളവരുടെ പുകഴ്ച അന്വേഷിച്ച് പുറകെ പോകാതെ, ഹല്ലേലൂയ, അവിടുത്തെ ഇഷ്ടം മാത്രം നിറവേറ്റി, ഹല്ലേലൂയ, അവിടുന്ന് ഞങ്ങളിലൂടെ മറ്റുള്ളവർക്ക് നന്മകൾ പകരുവാനുള്ള പാത്രമായി ജീവിക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണം. അവിടുന്ന് സൽഗുണപൂർണരായിരിക്കുന്നത് പോലെ കൂട്ടായ്മയിലുള്ള ഓരോ മക്കളുടെയും ഹൃദയത്തിലെ ഉദ്ദേശവും പ്രയത്നവും അപ്രകാരം തന്നെ ആയിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മാതൃരാജ്യമേ ഇന്ത്യയെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ഓരോ സംസ്ഥാനങ്ങളെയും അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഭവനങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഭവനത്തിലുള്ള നന്മകൾക്കായി സ്തോത്രം. ഞങ്ങളുടെ ഹല്ലേലൂയ തലമുറകളെ ഓർത്ത് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ ഹല്ലേലൂയ സ്വർഗസ്ഥനായ പിതാവിന്റെ മക്കളായി തന്നെ വളരട്ടെ. ഹല്ലേലൂയ ഞങ്ങളുടെ തലമുറയിലൂടെ അനേക തലമുറകൾ അനുഗ്രഹം പ്രാപിക്കണം. 1000 തലമുറ അനുഗ്രഹിക്കപ്പെടുന്ന പാതയിൽ തന്നെ ഉറച്ചു മക്കൾ മുന്നോട്ട് പോകാൻ കൃപ ചെയ്യണം. ഹല്ലേലൂയ സ്തോത്രം. ഞങ്ങൾ അവിടുത്തെ മക്കളായി തന്നെ ഈ ഭൂമിയിൽ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു. അവിടുന്ന് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന വയലുകൾക്കായി സ്തോത്രം, തോട്ടങ്ങൾക്കായി സ്തോത്രം. ഞങ്ങളുടെ മാവ് കുഴക്കുന്ന തൊട്ടിക്കും തുരുത്തിക്കുമായി നന്ദി പറയുന്നു. അത് ഒരിക്കലും വറ്റിപ്പോകാതെ ഞങ്ങളെ കാത്തു പരിപാലിക്കുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ ബിസിനസിന്റെ അതിരുകളെ അവിടുന്ന് വിശാലപ്പെടുത്തുന്നതിനായി സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ അവിടുന്ന് സൗഖ്യദായകനാണല്ലോ. ഹല്ലേലൂയ രോഗികളായിട്ടുള്ള ഞങ്ങളുടെ പ്രിയ സഹോദരങ്ങൾ പ്രത്യേകമായി പ്രാർത്ഥന ആവശ്യപ്പെട്ടിട്ടുണ്ടല്ലോ. അവരെയെല്ലാം ഈ സമയത്തോർത്ത് പ്രാർത്ഥിക്കുന്നപ്പോ അവരെയെല്ലാം അവിടുത്തെ തിരുസന്നിധിയിൽ കൊണ്ടുവരുന്നു. അവിടുത്തെ കരം വെച്ച് ഓരോ മക്കളെയും അനുഗ്രഹിക്കണമേ. അവിടുന്ന് സൗഖ്യദായകനാണ്. അവിടുത്തെ അടിപ്പിണരുകളാൽ ഓരോ മക്കൾക്കും പൂർണ്ണ സൗഖ്യം വന്നുമിരിക്കുന്നതിനായി സ്തോത്രം. ഒരിക്കൽ കൂടി ഹല്ലേലൂയ അവിടുന്ന് തന്ന ഈ ദിനത്തിനായി നന്ദി പറയുന്നു. ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ പ്രവൃത്തികളെയും അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കാൻ സ്തോത്രം. പ്രാർത്ഥനയും യാചനയും കേട്ടിരിക്കാൻ നന്ദിയപ്പാ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. സംഘക്കൂട്ടിലകപ്പെട്ടാലും തീച്ചുളയിൽ തള്ളപ്പെട്ടാലും നിർഭയമായി വസിച്ചിടുവാൻ കൂടെ രാജാതിരാജാവുണ്ട്. സംഘക്കൂട്ടിലകപ്പെട്ടാലും തീച്ചുളയിൽ തള്ളപ്പെട്ടാലും നിർഭയമായി വസിച്ചിടുവാൻ കൂടെ രാജാതിരാജാവുണ്ട്. കൂടെ രാജാതിരാജാവുണ്ട്. രാജരാജ രാജാതിരാജന് സ്തോത്രമർപ്പിക്കുന്നേ. ദേവദേവ ദേവാദിദേവനു നന്ദി അർപ്പിക്കുന്നേ. സ്തുതി സ്തോത്രങ്ങൾക്കെന്നും യോഗ്യൻ നീ മാത്രം. സ്തുതി സ്തോത്രങ്ങൾക്കെന്നും യോഗ്യൻ നീ മാത്രം. നീ മാത്രമേ നീ മാത്രമേ നീ മാത്രം യോഗ്യനായി. നീ മാത്രമേ നീ മാത്രമേ നീ മാത്രം യോഗ്യനായി.